ഹലോ ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദയെ ഭാര്യയായിട്ട് അംഗീകരിച്ച് കൂടെ നിർത്തുകയാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന് വിക്രത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ലൈക്കൊക്കെ തീരെ കുറവാണ്, അതുകൊണ്ടാണേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കമലയും അതുപോലെ തന്നെ സുധാകരൻ മാഷും കൂടി ആശുപത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. കമലയെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ സമയത്താണ് വിക്രത്തിൻ്റെ ശത്രുക്കളായ അഭിലാഷിൻ്റെ ഗുണ്ടകളും ഒരു തീരുമാനം എടുക്കുന്നത്. വിക്രം എന്തായാലും നമ്മളെ അടിച്ച് തരിപ്പണമാക്കി അവനിട്ടൊരു പണി കൊടുക്കണം. എന്തായാലും അവൻ്റെയും വീട്ടിൽ കയറി കളിച്ചാലേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അവൻ്റെ അച്ഛനും അമ്മയും പോകുമ്പം അവരെ തട്ടണം, അവരെ ഉപദ്രവിക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ സുധാകരൻ മാഷും കമലയും പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർ. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും വഴി വെച്ച് തന്നെ ഒരാൾ കത്തിയുമായിട്ട് വരികയാണ് ഇവരുടെ പുറകെ. കത്തി അയാളിങ്ങനെ പുറകെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. ഓടി വരികയാണ് കേട്ടോ സുധാകരൻ മാഷിനെ കുത്താനായിട്ട്. ഓടി വരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഇപ്പുറത്തെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ കമല കാണുന്നുണ്ട് ഇയാൾ ഇങ്ങനെ ഓടി വരുമ്പോഴേക്കും ഓട്ടോറിക്ഷ അയാളെ ഇടിക്കുമെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ കമല അയാളെ തട്ടി മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഓർക്കുകയാണ് എന്താ ഇവരെന്നെ തട്ടിയിട്ടത് എന്ന് ഓർക്കുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ ഓട്ടോ നിർത്തിയിട്ട് പറയുക, എന്താടോ എങ്ങോട്ട് നോക്കിയാ നടക്കുന്നത്? ഇപ്പം ഈ അമ്മ തട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ തൻ്റെ ഈ വണ്ടി ഇടിച്ചേനെ, എനിക്ക് കൂടി പണിയായേനെ, താനിപ്പം മുകളിലെത്തുകയും ചെയ്തേനെ, നോക്കിയും കണ്ടുമൊക്കെ നടക്കണ്ടേ, വഴിക്കൂടെ ഓടി വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, ശരിയാണ്, ഇപ്പം ഇവരെന്നെ തട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ അടിയിൽ പോയേനെ എന്ന്. അപ്പോൾ കമലയും പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ, റോഡിൽ ഒരുപാട് വണ്ടികളൊക്കെ ഉള്ളതല്ലേ, ഇപ്പം ഞാനത് കണ്ട് പെട്ടെന്ന് തട്ടിയിട്ടില്ലായിരുന്നേ ആ വണ്ടി ഇടിക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ആലോചിക്കുകയാണ് കേട്ടോ, ഞാനിവരെ കൊല്ലാൻ വേണ്ടി വന്നതാ, ഇയാളെ കുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തിയായിട്ട് ഓടി വന്നത്. അപ്പോൾ ഈ അമ്മ എന്നെ തട്ടിയിട്ടു, അതുകൊണ്ട് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ഇവരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ഇവർ കാരണമാണ്. എനിക്കിനി ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇവരുടെ ജീവൻ രക്ഷിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഞാനിത് ചെയ്തില്ലേലും അഭിലാഷ് വേറെ ആരെ കൊണ്ടെങ്കിലും ഇത് ചെയ്യിക്കും. അതുകൊണ്ട് ഇവരെ ഇത് അറിയിക്കണം എന്നയാൾ വിചാരിക്കുകയാണ്. അങ്ങനെ കമല വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിലൊന്ന് പോയി കുറച്ച് വഴിപാടൊക്കെ ഉണ്ട്, അത് ചെയ്തിട്ട് വരാം, നീ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന്. അങ്ങനെ സുധാകരൻ മാഷ് അമ്പലത്തിലേക്ക് പോവുകയാണ്. കമലയാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഇറങ്ങാണ്. ആ സമയത്താണ് ഈ ഗുണ്ട ഓടി വരുന്നത്. ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ കമല പറയുന്നുണ്ട്, അദ്ദേഹം അമ്പലത്തിലേക്ക് പോയല്ലോ. എന്താ മോനല്ലേ അപ്പോൾ വണ്ടി ഇടിക്കാൻ വന്നത്? അതെ, ഞാൻ തന്നെയാണ് അമ്മേ. അമ്മ അന്നേരം തട്ടിയിട്ടത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. എന്നെ അഭിലാഷ് വിട്ടതാണ്. അഭിലാഷിന് നിങ്ങളോട് ഒരുപാട് ശത്രുതയുണ്ട്. നിങ്ങളുടെ മോൻ വിക്രത്തിനോടാണ് ശത്രുതയുള്ളത്. അതുകൊണ്ട് നിങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വിട്ടത്. പക്ഷേ എനിക്ക് അന്നേരം സാധിച്ചില്ല അതിന് എന്ന് പറയാണ്. എനിക്ക് സാധിച്ചില്ലെങ്കിലും അവരത് ചെയ്യും. സുധാകരൻ മാഷ് എങ്ങോട്ടാണോ പോയിരിക്കുന്നത് അവിടെ ചെന്ന് അവരത് ചെയ്യും. അതുകൊണ്ട് മാഷിനെ എങ്കിലെങ്കിലും രക്ഷിക്കണം. എനിക്കിത് നിങ്ങളോട് പറയാതിരിക്കാൻ തോന്നിയില്ല എന്ന് പറയാണ്. അപ്പം കമല അവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരയാണ്. അയ്യോ മാഷിനെ അവർ കൊല്ലുമോ? മാഷിന് എന്ത് പറ്റി? മാഷ് എവിടെയാണ്? ഇനി എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കിടന്ന് കരയാണ് കേട്ടോ. അപ്പോഴും ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, അമ്മ കരയാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയാണ്. എന്നിട്ട് വേദ ആലോചിക്കുക, ഇനി എങ്ങനെയാണ് രക്ഷിക്കുക? പെട്ടെന്നൊന്ന് രക്ഷിക്കണമെങ്കിൽ എന്താ ചെയ്യുക? വിക്രത്തിനെ വിളിച്ച് പറഞ്ഞാൽ അവിടെ പോയി അതിലും വലിയ പൊല്ലാപ്പാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വേദയ്ക്കൊരു ഐഡിയ തോന്നിയിട്ട് വേദയുടെ അച്ഛൻ ശങ്കരനാരായണനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്താ ഇപ്പം നിനക്ക് സംസാരിക്കാനുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ? അപ്പോൾ വേദ പറയാണ്, അതല്ല അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. അപ്പം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അത് ഇനിയിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ നീ ആ താലി
പൊട്ടിച്ചെറിഞ്ഞ് തിരിച്ചു വരാവുന്നുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി, അല്ലാത്ത ഒരു കാര്യവും എന്നോട് നീ സംസാരിക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ലാതെ ഒരു കാര്യമല്ല, അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ സംസാരിച്ചതിന് ശേഷം പോരെ താലിയൊക്കെ പൊട്ടിച്ചെറിയാൻ. അതുകൊണ്ട് അച്ഛൻ അമ്പലത്തിലേക്കൊന്ന് വരണം, ഞാൻ അവിടെ കാണും എന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാനൊരു മീറ്റിങ്ങിലാണ്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരു 10 മിനിറ്റിനുള്ളിൽ അമ്പലത്തിലെത്തണം, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ സംസാരിക്കാൻ വരില്ല, ഇക്കാര്യത്തെക്കുറിച്ച് പിന്നെ എന്നോട് ഒരിക്കലും സംസാരിക്കുകയും വേണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഓർക്കുകയാണ് കേട്ടോ നമ്മുടെ ശങ്കരനാരായണൻ, ഇനി മോളോട് സംസാരിച്ചില്ലെങ്കിൽ അവൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാലോ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് അമ്പലത്തിൽ ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മുടെ ശങ്കരനാരായണൻ. ആ സമയത്ത് വേദ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പോലീസുകാരോട്, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ജഡ്ജസ് ശങ്കരനാരായണൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്, അദ്ദേഹത്തെ കൊല്ലാനായിട്ട് അവിടെ കുറേ ഗുണ്ടകളുണ്ട്, ആ അഭിലാഷിൻ്റെ ടീമിലുള്ളവർ, അവർ അദ്ദേഹത്തെ അവിടെ വെച്ച് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ച് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ആ ഗുണ്ടകളെ ഓടിക്കണം, അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം എന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾ ആരാണ് ഈ ഇൻഫർമേഷൻ തരാൻ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേദ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവർ പോലീസുകാരെ പോവാണ്, ഇത് കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജഡ്ജി അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ സത്യമാണ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ തരുമ്പം നമ്മൾ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഫോഴ്സ് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിന് പുറത്ത് നിൽക്കുകയാണ് ഈ ഗുണ്ടകളെല്ലാം പമ്മി സുധാകരൻ മാഷിനെ നോക്കിയിട്ട്. അപ്പോൾ പോലീസ് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഗുണ്ടകളെ എല്ലാം അറസ്റ്റ് ചെയ്യാണ്. എടാ നീയൊക്കെയാണല്ലേ ജഡ്ജിയെ കൊല്ലാൻ വന്നിരിക്കുന്ന ഗുണ്ടകൾ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ജഡ്ജിയെ കൊല്ലാനൊന്നും വന്നതല്ല, എന്താ നിങ്ങൾ പറയുന്നത്, കേരള വണ്ടിയിൽ ജഡ്ജി ശങ്കരനാരായണനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അദ്ദേഹം ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് എന്ന് പറയാണ്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അതിനൊന്നും വന്നതല്ല, പിന്നെ എന്താണ് ഈ വെപ്പൺസൊക്കെ ആയിട്ട് നിങ്ങൾ വന്നത്, എന്തായാലും തൂക്കിയെടുത്ത് അകത്തിടും എന്ന് പറഞ്ഞാൽ അവന്മാരെയെല്ലാം തൂക്കി അകത്തിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയം സുധാരമാഷ് അമ്പലത്തിലുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ജഡ്ജസ് അവിടെ വന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇവിടെ നിന്ന് പോകണം, കാരണം സാറിനെ അപായപ്പെടുത്താൻ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്, അവന്മാരെ ഞങ്ങൾ തൂക്കിയെടുത്തിട്ടുണ്ട്, പക്ഷേ സാർ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് പറയാണ്. അപ്പം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അത് എൻ്റെ മോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, അവളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് എനിക്കിപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം പോലീസ് പറയാണ്, അതൊന്നും ശരിയാവില്ല സാർ, കാരണം കറക്റ്റ് ഒരു ഇൻഫർമേഷനാണ് കിട്ടിയത്, സാർ അമ്പലത്തിലേക്ക് വരുമെന്നും ഗുണ്ടകൾ ഇവിടെ കാണുമെന്നും ഗുണ്ടകൾ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് നമ്മളിനി അവിശ്വസിക്കാൻ പറ്റില്ല, സാറിൻ്റെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് പ്രധാനം, അതുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ജഡ്ജസിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ പോലീസ്. അതേസമയം നമ്മുടെ സുധാകരൻ മാഷും അവിടെ നിൽക്കുന്ന കാണുകയാണ് അവർ. അപ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, ഇത് സുധാകരൻ മാഷല്ലേ ഈ ജഡ്ജസിൻ്റെ മകള് ഇയാളുടെ മകനെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്, അപ്പോൾ ചിലപ്പം ഇയാളെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇയാളെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറയാണ്. എന്നിട്ട് സുധാകരൻ മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, മാഷേ വീട്ടിലേക്ക് ഞങ്ങളാക്കാം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പറയാണ്, വേണ്ട അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, സാറിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കും, കാരണം ജഡ്ജസിൻ്റെ മോള് വിവാഹം കഴിച്ചിരിക്കുന്നത് സാറിൻ്റെ മോനെയല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളുടെയൊക്കെ തൊപ്പി തെറിക്കുന്ന കേസാണ് എന്ന് പറഞ്ഞ് സുധാകരൻ മാഷിനെ അവർ പോലീസ് ജീപ്പിൽ കയറ്റി വീട്ടിൽ കൊണ്ട് ഇറക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അങ്ങനെ സുധാകരൻ മാഷ് സുരക്ഷിതമായിട്ട് വീട്ടിൽ വരികയാണ്. അപ്പോൾ വേദയ്ക്ക് സന്തോഷമാവുകയാണ്. വേദയോട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കമല, ഇതെങ്ങനെയാണ് മോളെ സാധിച്ചത്, ഇപ്പോൾ പോലീസ് ജീപ്പിലൊക്കെ അച്ഛനെ കൊണ്ടുവന്നു, എന്താ ചെയ്തത് മോള് എന്ന് ചോദിക്കുമ്പം വേദ പറയാണ്, അത് ചെറിയൊരു കാര്യം ചെയ്തു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഈ കഥയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പം കമലയെ അന്തം വിട്ട് നിൽക്കുകയാണ്, അതുപോലെ ശ്രീജയും എല്ലാവരും. വിക്രം ഈ വിവരം അറിഞ്ഞിട്ട് എത്തുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിനോട് ഈ കാര്യങ്ങളെല്ലാം കമല പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു മോനെ, നീ കാരണം, നിന്റെ ശത്രുക്കളാണ് ആ ഗുണ്ടകൾ, അവന്മാർ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഇന്ന് വന്നു എന്ന് പറയുമ്പം വിക്രം രോഷം കൊള്ളുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഞാൻ അവന്മാരോട് പകരം ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ, എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാറായോ അവർ എന്ന് പറയാണ്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, വേണ്ട, വേദ അതിന് വേണ്ടതെല്ലാം ചെയ്തു, അവളുടെ അച്ഛൻ്റെ കാര്യമാണ്, അത് വെച്ചിട്ടാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടുത്തിയത്, അവൾ ചെയ്യേണ്ടതെല്ലാം ബുദ്ധിപരമായിട്ട് തന്നെ ചെയ്തു, നീ ഇനി എടുത്തു ചാടി ചെന്ന് അവന്മാരുടെ അടി വാങ്ങാൻ നിൽക്കണ്ട.
അപ്പോൾ വേദയും പറയാണ്, അതെ അത് വേണ്ട, അവന്മാരെ എല്ലാം പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ പകരം വീട്ടാനായിട്ട് വിക്രം അങ്ങോട്ടെങ്ങും പോകണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാരണം പോലീസ് അച്ഛനെ ഇവിടെ കൊണ്ടുവിട്ടു എന്ന് പറയാണ്. അപ്പം കമലയും പറയുന്നുണ്ട്, ശരിയാണ്, മക്കൾ പോലും സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് വേദമോള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അവളുടെ അച്ഛൻ്റെ പദവി ഉപയോഗിച്ചാണ് അവൾ നിൻ്റെ അച്ഛനെ രക്ഷിച്ചത്. അതെങ്കിലും നീ മനസ്സിലാക്ക്. ഈ കുടുംബത്തോട് വേദയ്ക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഇനിയെങ്കിലും വിക്രം നീ മനസ്സിലാക്കണം എന്ന് പറയാണ്. അപ്പോൾ വിക്രത്തിനും തോന്നുകയാണ്, ശരിയാണല്ലോ, ഇവളിങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഇവളുടെ മനസ്സിൽ ഒരു സ്നേഹവും അനുകമ്പയൊക്കെ എൻ്റെ കുടുംബത്തിനോടുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിച്ചല്ലോ എന്നൊക്കെ വിക്രത്തിന് തോന്നുകയാണ്. അങ്ങനെ വിക്രം വേദിയോട് പറയുന്നുണ്ട്, നന്ദിയുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തതിന്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിച്ചതിന്. ഇല്ലെങ്കിൽ ഇപ്പം ഈ വീട് ഒരു മരണ വീടായേനെ. നീ കാരണമാണ് അത് മാറിയത്. എന്തായാലും നിന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തും എന്ന് വിക്രം പറയാണ്. അങ്ങനെ വേദയൊരു ഭാര്യയായിട്ടൊക്കെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടൊക്കെ അംഗീകരിക്കുകയാണ് കേട്ടോ വിക്രം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്